ഇൻഫോടെയിൻമെന്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശാസ്ത്രജ്ഞരെയും ചരിത്രകാരന്മാരെയും ഗൂഢാലോചന സിദ്ധാന്തക്കാരെയും ഒരുപോലെ അമ്പരപ്പിച്ച പരിഹരിക്കപ്പെടാത്ത 10 നിഗൂഢതകൾ ഞങ്ങൾ ഇന്ന് കണ്ടെത്തുകയാണ്. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് കുപ്രസിദ്ധമായ ബർമുഡ ട്രയാങ്കിൾ ഉണ്ട്. മിയാമി മുതൽ ബെർമുഡ മുതൽ പോർട്ടോ റിക്കോ വരെ വ്യാപിച്ചുകിടക്കുന്ന ബർമുഡ ട്രയാങ്കിൾ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും നിരവധി നിഗൂഢമായ തിരോധാനങ്ങളുടെ സ്ഥലമാണ്. വിപുലമായ അന്വേഷണങ്ങൾ നടത്തിയിട്ടും കൃത്യമായ കാരണങ്ങളൊന്നും കണ്ടെത്തിയില്ല. ഇത് പാരിസ്ഥിതിക ഘടകങ്ങൾ മുതൽ അന്യഗ്രഹ പ്രവർത്തനങ്ങൾ വരെയുള്ള സിദ്ധാന്തങ്ങളിലേക്ക് നയിക്കുന്നു. നമ്പർ 2, നമുക്ക് സ്റ്റോൺ ഹെഞ്ചിന്റെ ഭവനമായ യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് യാത്ര ചെയ്യാം. BC 3000-നും 2000-നും ഇടയിൽ നിർമ്മിച്ച ഈ ചരിത്രാതീത സ്മാരകത്തിൽ കൂറ്റൻ നിൽക്കുന്ന കല്ലുകളുടെ ഒരു വളയമുണ്ട്. സ്റ്റോൺ ഹെഞ്ചിന്റെ ഉദ്ദേശ്യം ഒരു നിഗൂഢതയായി തുടരുന്നു. അത് ഒരു ജ്യോതിശാസ്ത്ര നിരീക്ഷണശാലയോ ഒരു മതപരമായ സ്ഥലമോ അല്ലെങ്കിൽ ഒരു ശ്മശാന സ്ഥലമോ ആയിരിക്കാമെന്ന് സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നു. നമ്പർ 3, നമുക്ക് വോയ്നിച്ച് കൈയെഴുത്തുപ്രതി നോക്കാം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കണ്ടെത്തിയ ഈ കൈയെഴുത്തുപ്രതി അജ്ഞാതമായ എഴുത്തുകളും വിചിത്രമായ ചിത്രീകരണങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ക്രിപ്റ്റോഗ്രാഫർമാരും ചരിത്രകാരന്മാരും നിരവധി തവണ ശ്രമിച്ചിട്ടും അതിൽ എഴുതിയിരിക്കുന്ന ഭാഷയോ കോഡോ അവ്യക്തമായി തുടരുന്നു. നമ്പർ 4, ദി ലോസ്റ്റ് കോളനി ഓഫ് റോണോക്കെ. 1587 100-ലധികം കുടിയേറ്റക്കാർ റോണോക്ക് ദ്വീപിൽ ഒരു കോളനി സ്ഥാപിച്ചു. 1590-ഓടെ അപ്രത്യക്ഷമായി. ഒരു പോസ്റ്റിൽ കൊത്തിയെടുത്ത ക്രൊയേഷ്യൻ എന്ന വാക്ക് മാത്രമാണ് അവശേഷിക്കുന്ന സൂചന. പ്രാദേശിക ഗോത്രങ്ങളുമായി ഒത്തുചേരൽ അല്ലെങ്കിൽ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള സിദ്ധാന്തങ്ങൾക്കൊപ്പം കുടിയേറ്റക്കാരുടെ വിധി അജ്ഞാതമായി തുടരുന്നു. നമ്പർ 5, രാശിചക്രത്തിലെ കൊലയാളിയുടെ ഞെട്ടിപ്പിക്കുന്ന കേസ്. 1960-കളുടെ അവസാനത്തിലും 1970-കളുടെ തുടക്കത്തിലും വടക്കൻ കാലിഫോർണിയയിൽ പ്രവർത്തിച്ച സോഡിയാക് കില്ലർ നിഗൂഢ സന്ദേശങ്ങളും സൈഫറുകളും അടങ്ങിയ കത്തുകൾ ഉപയോഗിച്ച് പോലീസിനെ പരിഹസിച്ചു. വിപുലമായ അന്വേഷണങ്ങളും നിരവധി സംശയങ്ങളും ഉണ്ടായിരുന്നിട്ടും കൊലയാളിയുടെ ഐഡന്റിറ്റി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. 6-ാം നമ്പർ, മേരി സെലസ്റ്റിന്റെ രഹസ്യം നമുക്കുണ്ട്. 1872-ൽ മേരി സെലസ്റ്റെ എന്ന അമേരിക്കൻ വ്യാപാരക്കപ്പൽ തെന്നിമാറുന്നതായി കണ്ടെത്തി. അതിലെ ജീവനക്കാരെ കാണാതായി. എന്നാൽ കപ്പലും ചരക്കും കേടുകൂടാതെയിരിക്കുന്നു. ക്രൂവിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ കടൽക്കൊള്ളയും കലാപവും മുതൽ വെള്ളത്തിനടിയിലെ ഭൂകമ്പങ്ങളും അന്യഗ്രഹ തട്ടിക്കൊണ്ടുപോകലും വരെ നീളുന്നു. 7-ാം നമ്പർ, നമുക്ക് ജാക്ക് ദി റിപ്പറിന്റെ നിഴൽ ലോകത്തേക്ക് കടക്കാം. 1888-ൽ ലണ്ടനിലെ വൈറ്റ്ചാപ്പൽ ജില്ലയിൽ നടന്ന ദാരുണമായ കൊലപാതകങ്ങളുടെ പരമ്പര ജാക്ക് ദി റിപ്പർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അജ്ഞാത കൊലയാളിയായിരുന്നു. കൊലയാളി സ്ത്രീ വേശ്യകളെ ലക്ഷ്യമിട്ട് അവരുടെ ശരീരം വികൃതമാക്കി. എന്നാൽ വിപുലമായ അന്വേഷണങ്ങൾ നടത്തിയിട്ടും കൊലയാളിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്പർ 8, കൗതുകകരമായ കേസ്. സിഗ്നൽ. 1977-ൽ ഒഹായോയിലെ ബിഗ് ഇയർ റേഡിയോ ടെലിസ്കോപ്പ് കണ്ടെത്തി. ബഹിരാകാശത്ത് നിന്നുള്ള ഈ 72 സെക്കൻഡ് റേഡിയോ സിഗ്നൽ അന്യഗ്രഹ ഉദ്ഭവത്തിന്റെ പ്രതീക്ഷിത അടയാളങ്ങൾ വഹിച്ചു. ഫോളോ അപ്പ് തിരയലുകൾ നടത്തിയിട്ടും സിഗ്നൽ പിന്നീടൊരിക്കലും കണ്ടെത്താനായില്ല. അതിന്റെ ഉറവിടം ഒരു നിഗൂഢതയായി അവശേഷിക്കുന്നു. നമ്പർ 9, ദിയാറ്റ്ലോവ് പാസ് സംഭവം. പരിചയസമ്പന്നരായ 9 കാൽനടയാത്രക്കാർ 1959-ൽ യുറൽ പർവ്വതനിരകളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അവരുടെ കൂടാരം ഉള്ളിൽ നിന്ന് കീറിയ നിലയിൽ കണ്ടെത്തി. അവരുടെ ശരീരത്തിൽ വ്യക്തമായ കാരണമില്ലാതെ കടുത്ത ആഘാതത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു. ഹിമപാതവും സൈനിക പരീക്ഷണങ്ങളും മുതൽ കൂടുതൽ അമാനുഷിക വിശദീകരണങ്ങൾ വരെ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒടുവിൽ 10-ാം നമ്പർ, തുങ്കുസ്ക് ഇവന്റ്. 1908 സൈബീരിയയിലെ 800 ചതുരശ്ര മൈൽ വനത്തിൽ ഒരു വലിയ സ്ഫോടനം പരന്നു. ഒരു ചെറിയ ചിഹ്നഗ്രഹത്തിന്റെയോ വാൽനക്ഷത്രത്തിന്റെയോ വായുസ്ഫോടനം മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഒരു ഇമ്പാക്ട് ഗർത്തം ഇതുവരെ കണ്ടെത്തിയില്ല. കൃത്യമായ കാരണം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. പരിഹരിക്കപ്പെടാത്ത ഈ 10 നിഗൂഢതകൾ നമ്മെ അമ്പരപ്പിക്കുകയും കൗതുകമുണർത്തുകയും ചെയ്യുന്നു. ഈ പ്രഹേളികൾക്ക് പിന്നിലെ വിശദീകരണങ്ങൾ എന്തായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? ചുവടെയുള്ള അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലേക്ക് കൂടുതൽ ആഴത്തിൽ മുങ്ങുന്നതിന് ഇൻഫോടെയിൻമെന്റിനെ ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ വരെ അജ്ഞാതരെ ചോദ്യം ചെയ്യുക.